ഹായ് എവരി വൺ. നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു എക്സാമ്പിൾ 5 ആയിരുന്നു അല്ലേ? വെരിഫൈ വെദർ ദ സിംഗിൾട്ടൺ സെറ്റ് വി ഇസ് ഇക്വൽ ടു സെറ്റ് 0 അല്ലേ? ആ 0 എന്ന് പറയുന്ന ആ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യായിരുന്നു അല്ലേ? അപ്പോൾ അത് വെക്ടർ സ്പേസ് ആണെന്ന് കിട്ടിയല്ലോ. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അപ്പോൾ നോക്കി നെക്സ്റ്റ് ഡെഫിനിഷൻ, ദ വെക്ടർ സ്പേസ് വി ഈക്വൽ ടു സെറ്റ് 0 is often called the trivial or zero vector space. അങ്ങനെ അതായത് വി സിംഗിൾട്ടൺ സീറോ വരുന്നത്, അതായത് ഒരു എലമെന്റ് മാത്രമേ സെറ്റിലുള്ളൂ, അത് സീറോയുമാണ്. അങ്ങനെയുള്ള വെക്ടർ സ്പേസിനെ വിളിക്കുന്നത് ട്രിവിയൽ വെക്ടർ സ്പേസ് അല്ലെങ്കിൽ സീറോ വെക്ടർ സ്പേസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ, verify whether the singleton set V equal to set 1, that is the set consisting of the real number 1 alone, is a vector space under ordinary addition and multiplication by real numbers. അങ്ങനെയാണെങ്കിൽ ഈ വി ഇസ് ഇക്വൽ ടു സെറ്റ് 1 എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അതിനകത്ത് തന്നിരിക്കുന്ന ഓപ്പറേഷൻ സാധാ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതും മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സാധാ റിയൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതുമാണ്. നമുക്ക് നോക്കാം 1. അപ്പോൾ അതിന് നമ്മൾ ഓരോ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് വൺ ആക്സിയംസ് ഓഫ് വെക്ടർ അഡീഷൻ, ക്ലോഷർ ആക്സിയം നോക്കാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ വൈ ദെൻ എക്സ് പ്ലസ് വൈ ഈസ് ഇൻ വൈ. അപ്പം രണ്ട് എലമെന്റ് വിയിലുള്ള രണ്ട് എലമെന്റ് ചൂസ് ചെയ്യണം. അപ്പോൾ വിയിലുള്ള എലമെന്റ് ഏതാ? സെറ്റ് 1 മാത്രമേ ഉള്ളൂ. ദെൻ ഇഫ് 1 ബിലോങ്സ് ടു വി ദെൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? 1 + 1 ഈക്വൽ ടു 2 ഇൻ വി. 1 + 1 ഈക്വൽ ടു 2 ആണ്. ആ 2 വിയിലുണ്ടോ? ഇല്ല, കാരണം നമ്മുടെ സെറ്റിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? ദെൻ 1 + 1 is equal to 2 does not belong to V. Therefore, it does not satisfy the first axioms അല്ലേ? അതായത് ആ വെക്ടർ അഡീഷന്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി പ്രോപ്പർട്ടി ചെക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ? അത് വെക്ടർ സ്പേസ് അല്ല. ഈ 10 ആക്സിയമും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് മാത്രമേ എന്താകത്തുള്ളൂ? വെക്ടർ സ്പേസ് ആകത്തുള്ളൂ അല്ലേ? But this is not vector space. Okay, in this case the closure axioms are not satisfied since 1 + 1 equal to 2 which not belongs to V അല്ലെങ്കിൽ set 1 and k equal to 1 k into 1 കിട്ടുമ്പോൾ എന്ത്? k കിട്ടും. k which does not belongs to 1 ആണ്. k 1 ആണെങ്കിലും കുഴപ്പമില്ല, k 1 ഒഴിച്ച് വേറെ ഏത് നമ്പർ ആയാണെങ്കിലും എന്ത് ചെയ്യത്തില്ല? അത് ഈ സെറ്റിൽ കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Hence V is not a vector space എന്ന് പറയാം. V ഒരു വെക്ടർ സ്പേസ് അല്ല എന്ന് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. കൺസിഡർ ദ സെറ്റ് V ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ശ്രദ്ധിച്ചോണം, V എന്ന് വെച്ചാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സിന്റെ കളക്ഷൻ, അതായത് 0 1 2 1/2 അങ്ങനെ വരുന്ന പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് V. If x and y denote positive real numbers, x ഉം y ഉം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, then we write in vectors in V as V യിലുള്ള വെക്ടേഴ്സ് ക്യാപിറ്റൽ X is equal to X ഉം and y is equal to Y ഉം ആണ് അല്ലേ? സപ്പോസ് അഡിഷൻ, അതിനകത്തുള്ള അഡിഷൻ തന്നിട്ടുണ്ട്. എന്തുള്ള രണ്ട് ഓപ്പറേഷൻ ഉണ്ടല്ലോ, അഡിഷൻ ഓഫ് വെക്ടേഴ്സും മൾട്ടിപ്ലിക്കേഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ വെക്ടേഴ്സിലെ രണ്ട് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് വൈ, അതായത് 3 + 2 ഈക്വൽ ടു 3 × 2 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനോ k × x is equal to x raised to k, അതായത് 3 × x is equal, അതായത് 3 × 2 is equal to 2 ക്യൂബ്. അതേ രീതിയിലാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അഡിഷൻ ഇതേ ഫോർമാറ്റിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് V is a വെക്ടർ സ്പേസ്. V വെക്ടർ സ്പേസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വിയിലെ രണ്ട് എലമെന്റ് എടുക്കണം. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു വി, എക്സ് വൈ ബിലോങ്സ് ടു വി. അപ്പം വിയുടെ പ്രത്യേകത എന്താ? വിയിലെ നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് ആണ്. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, വൈയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, പോസിറ്റീവ് ആയതുകൊണ്ട്. ഇനി നമുക്ക് നോക്കാം എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. ദെൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, എക്സ് പ്ലസ് വൈ എന്താ? എക്സ് വൈ ആണ്. എക്സ് വൈ എന്തായിരിക്കണം? ആ സെറ്റിൽ ഉണ്ടാകണമെങ്കിൽ അത് എന്തായിരിക്കണം? പോസിറ്റീവ് നമ്പർ ആണ്. കാരണം വി എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പം അതിന്റെ പ്രോഡക്റ്റ്, ആ കിട്ടിയേക്കുന്ന അഡിഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് ആ സെറ്റിൽ കാണും. നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സ് പോസിറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. ദെൻ എക്സ് വൈ എന്തായിരിക്കും? ഓൾസോ പോസിറ്റീവ്. ദെൻ എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഇൻ വി. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് നോക്കിക്കേ.
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ, തിരിച്ച് വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എക്സ് ആണ്. നമുക്കറിയാം 3 ഇൻറ്റു 2 ആയാലും 2 ഇൻറ്റു 3 ആയാലും സെയിം തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. സിൻസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഇസ് കമ്മ്യൂട്ടേറ്റീവ്, then we have xy equal to yx. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? therefore the RHS of A and B are same. A യുടെയും B യുടെ RHS സെയിം ആണ്. hence LHS of A and B are same, that is x plus y equal to y plus x. ഇനി അസോസിയേറ്റീവ് നോക്കിക്കേ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എങ്ങനെ എഴുതാം? എക്സ് വൈ പ്ലസ് ഇസഡ് ഈസ് വൈ ഇസഡ്, ദെൻ എക്സ് ഇൻറ്റു വൈ ഇസഡ് ഈക്വൽ ടു, അടുത്തത് ഇനി അങ്ങനെ മാറ്റി എഴുതാം 3 ഇൻറ്റു 2 ഇൻറ്റു 4 തിരിച്ചെഴുതാമല്ലോ. 3 ഇൻറ്റു 2 ഇൻറ്റു 4 എന്ന് എഴുതിയാലും സെയിം തന്നെയല്ലോ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് വൈ ഇൻറ്റു ഇസഡ്, ദെൻ എക്സ് വൈ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ബൈ ഡെഫിനിഷൻ കണ്ട, എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, ദെൻ എക്സ് പ്ലസ് വൈ പ്ലസ് then x plus y into z, that is എന്തായത് x plus y plus z. അപ്പോൾ അതെന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത്? അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്റ്റർ, അതായത് ഐഡന്റിറ്റി വെക്റ്റർ അല്ലേ. ഐഡന്റിറ്റി വെക്റ്റർ എന്ന് വെച്ചാൽ അതിൽ ഒരു വെക്റ്റർ എടുത്താൽ നമ്മുടെ ആ സെറ്റ് വി എന്ന് പറയുന്ന സെറ്റിലെ ഒരു നമ്പർ എടുത്ത് ആഡ് ചെയ്താൽ ആ സെയിം നമ്പർ തന്നെ കിട്ടണം അല്ലേ. ആ സെയിം നമ്പർ തന്നെ കിട്ടണം, അതാണ് സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സീറോ വെക്റ്റർ സീറോ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം എന്ന് മീൻ ചെയ്യുന്നത്, എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്റ്റർ അത് മീൻ ചെയ്യുന്നത് ആ ഏത് സെറ്റാണോ നമ്മൾ എടുക്കുന്നത് ആ സെറ്റിലെ ഒരു എലമെന്റ് എടുത്ത് അതിൻ്റെ കൂടെ ഏതോ ഒരു വെക്റ്റർ, ആ സെറ്റിലുള്ള വേറെ ഏതോ ഒരു വെക്റ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ സെയിം വെക്റ്റർ തന്നെ. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ അതിൽ നിന്ന് എടുത്തു, ആ എക്സിൻ്റെ കൂടെ ഏതോ ഒരു വെക്റ്റർ, അതിപ്പം വൈ ആകാം, ദെൻ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ വൈ ആണ് അതിൻ്റെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ സാധാ അഡിഷൻ, വെക്റ്റർ അഡിഷൻ പറഞ്ഞപ്പോൾ സാധാ അഡിഷൻ ആണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ, പ്രോഡക്റ്റ് ആണ് ഓപ്പറേഷൻ. അപ്പം നമുക്ക് നോക്കാം ഏതാണ് കിട്ടുന്നതെങ്കിൽ 1 പ്ലസ് എക്സ്. അപ്പം നമുക്ക് എക്സ് തന്നെ കിട്ടണം. എക്സ് തന്നെ കിട്ടണമെങ്കിൽ ഏത് വേണം? 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1x അല്ലേ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ അല്ലേ. ദെൻ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1x എന്ന് എടുത്തു, ദാറ്റ് ഈസ് 1x ഇസ് ഈക്വൽ ടു എക്സ്. അതേപോലെ തന്നെ തിരിച്ച് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, അതായത് എക്സിൻ്റെ കൂടെ ആ വെക്റ്റർ സ്പേസിലെ ഏത് വെക്റ്ററിൻ്റെ കൂടെയും 1 ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ആ സെയിം എക്സ് വെക്റ്റർ ആയിട്ട് കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദ സീറോ വെക്റ്റർ വെക്റ്റർ സീറോ ഇൻ വി ഈസ് 1 ആണ്. ആ ഒരു സെറ്റിലെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. സീറോ വെക്റ്റർ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. അടുത്തത് നെഗറ്റീവ്. ഇതേപോലെ തന്നെ നെഗറ്റീവും ചെയ്യുന്നത് ഒരു എക്സിൻ്റെ കൂടെ ഏതോ ഒരു എലമെന്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സീറോ കിട്ടും. ഏതിൻ്റെ കൂടാണോ സീറോ കിട്ടുന്നത് അതാണ് അതിൻ്റെ എന്ത് പറയുന്നത്? നെഗറ്റീവ് വെക്റ്റർ. സീറോ മീൻസ് ഈ അഡിറ്റീവ് ഐഡൻറ്റിറ്റി, ഏതോ ഒരു വെക്റ്ററിൻ്റെ ആ സെറ്റിലെ ഒരു വെക്റ്ററിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ സീറോ വെക്റ്റർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ സീറോ വെക്റ്റർ ഏതാ നമുക്ക് കിട്ടി? സീറോ വെക്റ്റർ എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ. സീറോ വെക്റ്റർ 1 ആണ്. അപ്പോൾ ഈ വിയിലെ ഒരു എലമെന്റ് എടുത്തു എക്സ്, ആ എക്സിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടും? 1 കിട്ടണം. അതപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ബൈ എക്സ്, എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈസ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടിയില്ലേ. അപ്പോൾ എന്ത് കിട്ടും? ദെർഫോർ ദ നെഗറ്റീവ് വെക്റ്റർ ഈസ് 1 ബൈ എക്സ്. നെഗറ്റീവ് വെക്റ്റർ ഈസ് 1 ബൈ എക്സ്. ഓക്കെ, ഇനി ആക്സിയംസ് ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ക്ലോഷർ പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ കെ ഇൻറ്റു എക്സ് എടുത്തു, ദെൻ എക്സ് റൈസ് ടു കെ, ദെൻ കെ പോസിറ്റീവ് ആണ്. കെ ഏതൊരു റിയൽ നമ്പർ ആയാലും കെ ഇപ്പം 0 ആകാം, നെഗറ്റീവ് ആകാം, എന്ത് തന്നെ ആയാലും എക്സ് റൈസ് ടു കെ എന്ന് പവറിൽ വരുമ്പം അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ദെൻ എക്സ് റൈസ് ടു കെ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് നോക്കിയേ, കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് കെ ഇൻറ്റു എക്സ് വൈ, k into xy is xy raised to k. xy raised to k എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? x raised to k into y raised to k. That is x raised to k is kx, y raised to k is ky. That is kx into ky എങ്ങനെ എഴുതാം? kx plus ky. That is kx plus ky. അപ്പോൾ എന്ത് കിട്ടി? k into x plus y is kx plus ky എന്ന് കിട്ടിയില്ലേ. ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സെയിം ഇതേപോലെ തന്നെ ചെയ്യുന്നത്. k1 plus k2 into x is equal to k1 plus k2 into x, that is x raised to k1 plus k2, that is x raised to k1 into x raised to k2.
x raised to k2 k1 is k1x, x raised to k2 is k2x, then k1x plus k2x, that is k1x plus k2x. ഇവിടെ വരെ എഴുതിയാലും മതി, ഡാർക്ക് ചെയ്ത് x എഴുതണമെന്നില്ല. ഇവിടെ വരെ that is k1 plus k2 small x എഴുതിയാലും മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി പോവുക. ഇനി അടുത്ത സ്കെയിലേഴ്സ് k1 and k2 in x in y, then k1 into k2x is k1 k2x, that is k1 k2x is x raised to k2, that is x raised to k2 raised to k1, that is x raised to k2 k1 അല്ലേ. therefore എന്ത് കിട്ടി? k1 k2 x. ഇനി അടുത്ത എന്താ പറയാം, ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, 1 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. then 1 into x is x raised to 1 equal to x, that is equal to x. അപ്പോൾ നോക്കിയാൽ ഈ 10 പ്രോപ്പർട്ടി ഉണ്ട്. thus all the 10 properties are satisfied and hence the given set V is a vector space അല്ലേ. ഇനി അതേ കണക്ക് കുറച്ച് വെക്ടർ സ്പേസ് വന്നിട്ടുണ്ട്. the set R of real numbers with usual addition and multiplication. അത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ അഡിഷൻ, പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വെരിഫൈഡ് ദാറ്റ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനൊരു നമ്മൾ എന്ത് ചെയ്യും, എല്ലാ റിയൽ നമ്പേഴ്സും നമ്മൾ ആ ജസ്റ്റ് അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ വെക്റ്റർ സ്പേസ് ലെറ്റ് സെറ്റ് വെക്റ്റർ അഡിഷൻ്റെ പ്രൂവ് ചെയ്യാൻ വേണ്ടി let a comma b belongs to R, then a plus b is again a real number, therefore which satisfy is closure property. അതേപോലെ ജനറൽ ആയിട്ട് എയോ ബിയോ അല്ലെങ്കിൽ എക്സോ വൈയോ ഒക്കെ എടുത്തിട്ട് ചെയ്താൽ മതി, belongs to R എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സെറ്റ് R2 of ordered pairs of real numbers is the set. അപ്പം ഇത് മൂന്നെണ്ണം, ഈ മൂന്നെണ്ണം 1 2 3 ഈ മൂന്നെണ്ണം ഹോംവർക്കായിട്ട് ചെയ്യണം. ഈ മൂന്നെണ്ണം ഹോംവർക്കായിട്ട് ചെയ്ത് ഇത് മൂന്നും വെക്റ്റർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വെക്റ്റർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ക്ലാസ്സിൽ ആരോടെങ്കിലും ചോദിക്കും ഇത് ചെയ്തോന്ന്, അപ്പോൾ എനിക്ക് നോട്ട്ബുക്ക് കാണിച്ച് തരണം. ഓക്കെ, ഇത് 4 ചെയ്തു തരാം. 1 2 3 4 ഈ 4 വെരിഫൈ വെദർ ദീസ് സെറ്റ്സ് ആർ വെക്റ്റർ സ്പേസ് ഓർ നോട്ട്. ഓക്കെ, പിന്നെ വരുന്നത് എക്സാമ്പിൾ 8, an example of a set with operations which is not a vector space. അപ്പം വെക്റ്റർ സ്പേസ് അല്ലാത്ത ഒരു എക്സാമ്പിൾ പറയാനാണ്, ഒരു സെറ്റ് പറയാൻ ചോദിക്കാം. ഫൈൻഡ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെറ്റ് വിത്ത് ഓപ്പറേഷൻസ് വിച്ച് ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസ് അല്ലാത്ത ഒരു സെറ്റിന് എക്സാമ്പിൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നു, അപ്പോൾ നമുക്ക് സെറ്റ് എസ്, സെറ്റ് is equal to set of all a b belongs to R, a greater than or equal to 0, b greater than or equal to 0, where vector addition and scalar multiplication are ordinary addition and multiplication. അപ്പോൾ നമ്മൾ നോക്കിക്കേ, അപ്പം അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നു ആക്സിയം 5 ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പം നമുക്ക് ഏതാ നോക്കാം ആക്സിയം 5. അപ്പോൾ അതിന് മൂന്നൊക്കെ 1 എയും ബിയും രണ്ട് വെക്റ്റർ സ്പേസ് ആണ്. ഇപ്പം അതിനകത്ത് ആദ്യത്തെ പ്രോപ്പർട്ടീസ് എല്ലാം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. എയും ബിയും രണ്ട് നമ്പേഴ്സ്, ഒരു വെക്റ്റർ ആണ്, വേറൊരു വെക്റ്റർ സി ഡി എന്ന് എടുക്കുന്നു. ദെൻ ആ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും എന്ത് തന്നെ, രണ്ടും റിയൽ നമ്പേഴ്സ് ആയതിന് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും റിയൽ നമ്പേഴ്സ് തന്നെ. ദെയർഫോർ അത് എസ്സിലുണ്ടായിരിക്കും. പിന്നെ ഇല്ലാത്ത ഏതാന്ന് നോക്കാം. നമ്മൾ ഏതോ ഒരു പർട്ടിക്കുലർ എലമെന്റ് എടുത്ത് ഒരു 1 0 എന്ന് പറയുന്ന വെക്റ്റർ എസ്സിലുണ്ട്, ഉണ്ടല്ലോ. കാരണം എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, 1 ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദെൻ 1 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് എസ്സിലുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചു നമുക്ക് എന്ത് കിട്ടണം, ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം അല്ലേ, അതായത് 0 എലമെന്റ് കിട്ടണം. ഇത് സാധാ അഡിഷൻ ആയതുകൊണ്ട് ഈ ഒരു എലമെന്റിന്റെ കൂടെ, ഇത് എസ്സിലുള്ള എലമെന്റ് ആണ്, ഈ ഒരു എലമെന്റിന്റെ കൂടെ ഈ എസ്സിലുള്ള ഏതോ ഒരു എലമെന്റ് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം, 0 കിട്ടണം, അതായത് 0 0 കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, but there is no AB belongs to such that 1 0 plus AB equal to 0 0 ആണല്ലോ. അപ്പോൾ നോക്കിയാൽ ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം, ഈ 1ൻ്റെ കൂടെ ഈ A ആഡ് ചെയ്യണം, 1 plus A 0 കിട്ടണം. അതേപോലെ തന്നെ 0 plus B 0 കിട്ടണം. ഇനി 1 plus A equal to 0 ആണെങ്കിൽ A എന്ത് കിട്ടണം, A minus 1 കിട്ടണം. അതേപോലെ 0 plus B 0 ആകണമെങ്കിൽ 0 എന്ത് കിട്ടണം, 0 കിട്ടണം. അപ്പോൾ അതായത് എ ബിയുടെ വാല്യൂ -1 0 ആയാൽ മാത്രമേ ഈ സെറ്റ് 0 0 ആകാൻ പറ്റൂ. എയുടെ വാല്യൂ -1 0 ആകുമോ? ഇല്ല. കാരണം എന്താ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയുടെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 0 കൂടുതൽ. അപ്പം അപ്പം ഈ -1 0 എന്ന് പറയുന്ന എലമെന്റ് ഏത് സെറ്റിലില്ല, ഈ എസ് എന്ന് പറയുന്ന സെറ്റിലില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ്. ക്ലിയർ ആയോ? അപ്പം വെക്റ്റർ സ്പേസിന് പ്രധാനപ്പെട്ട രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് അഡിറ്റീവ് ഐഡന്റിറ്റി, അതായത് 0 എലമെന്റും, അടുത്തത് അഡിറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ് എലമെന്റും.
അപ്പം സീറോ എലമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊരു വി, അപ്പം വി എന്ന് പറയുന്ന ഒരു സെറ്റ് ആണെങ്കിൽ ആ വിയിലെ ഒരു എലമെന്റ്, ആ